ഒരു ഭരണഘടനാ സ്ഥാപനം മറ്റൊന്നിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു കയറരുത്. ഉപരാഷ്ട്രപതി. ജുഡീഷ്യറിക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം വളർത്തിയെടുക്കുന്നതിന് അവയുടെ പരിധികൾ പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ലെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ നിർവചിക്കപ്പെട്ട റോളുണ്ട്. ഒരു സ്ഥാപനവും മറ്റൊന്നിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് നുഴഞ്ഞു കയറരുത്. നമ്മൾ ഭരണഘടനയെ അതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ ബഹുമാനിക്കണം. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ജഗദീപ് ധൻഖറിൻ്റെ വാക്കുകൾ. ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പേര് പറയാതെയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വിമർശനം. ബില്ലുകളിൽ ഒപ്പുവയ്ക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതിൽ നേരത്തെ സുപ്രീം കോടതിക്കെതിരെ ഉപരാഷ്ട്രപതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഏറ്റവും അപകടകരമായ വെല്ലുവിളികൾ ഉള്ളിൽ നിന്ന് വരുന്നവയാണ്. നമുക്കത് തുറന്ന് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇതിന് യുക്തിസഹമായ അടിത്തറയില്ല. ദേശീയ വികസനവുമായി യാതൊരു ബന്ധവുമില്ല. ഭരണത്തിൽ വേരൂന്നിയതുമാണ്. ഞാൻ വ്യക്തിപരമായി അത്തരം വെല്ലുവിളികളെ സഹിച്ചിട്ടുണ്ട്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും പരസ്പരം ബഹുമാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്ഥാപനങ്ങൾ അതത് മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത്തരം ബഹുമാനം സാധ്യമാകൂ. ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ജനാധിപത്യം അഭിവൃദ്ധി പ്രാപിക്കില്ല. നിയമനിർമ്മാണ സഭയ്ക്ക് നിയമപരമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. അത് ജുഡീഷ്യറിയുടെ മേഖലയാണ്. അതുപോലെ ജുഡീഷ്യറിയും വിട്ടുനിൽക്കണം. തനിക്ക് ജുഡീഷ്യറിയോട് വലിയ ബഹുമാനമുണ്ട്. 4 പതിറ്റാണ്ടിലേറെയായി നിയമം പരിശീലിക്കുന്ന തനിക്ക് ഏറ്റവും മികച്ച ജഡ്ജിമാർ നമുക്കുണ്ടെന്ന് പറയാൻ കഴിയും. എന്നാൽ സഹകരണ സമീപനം ഉണ്ടാകണം എന്നാണ് തൻ്റെ അഭ്യർത്ഥനയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി.